ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ടേസ്റ്റി സ്നാക്കും കൊണ്ടാണ്. എന്താണെന്നല്ലേ, ചിക്കൻ കീഷാണ്. ഫ്രഞ്ച് സ്നാക്കാണ്. അപ്പോൾ ചീസും ചിക്കനും മൈദയൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ടേസ്റ്റി സ്നാക്ക് നമുക്കൊന്ന് നോക്കിയാലോ. നമ്മൾ കുറേയായി കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടല്ലേ. അപ്പോൾ നമുക്കിന്നൊരു കുക്കിംഗ് വീഡിയോ ഉണ്ടാക്കാം. ചിക്കൻ കീഷാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ കീഷിൻ്റെ കീഷ് ക്രസ്റ്റിൻ്റെ വീഡിയോസൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ കുറേ സെർച്ച് ചെയ്തിട്ട് കിട്ടി. എൻ്റെ ഫസ്റ്റ് ഉണ്ടാക്കി നോക്കുന്നത് തന്നെ നിങ്ങളെ വീഡിയോ കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം എത്രത്തോളം ശരിയാവുമെന്ന് അറിയില്ല. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് മൈദയാണ്. പിന്നെ 1/4 കപ്പ് എത്രയാണോ മൈദ എടുക്കുന്നത് അതിൻ്റെ ഹാഫ് 1/4 കോൾഡ് ബട്ടറാണ്, തണുത്ത ബട്ടറാണ് കേട്ടോ. പിന്നെ നമ്മൾ പിഞ്ച് സാൾട്ട് ഇടണം. പിന്നെ നമ്മളിത് കുഴയ്ക്കാൻ, ഈ ക്രസ്റ്റ് കുഴയ്ക്കാൻ എടുക്കുന്നത് നമ്മൾ തണുത്ത വെള്ളമാണേ. അപ്പോൾ ഒരു പിഞ്ച് സാൾട്ട് ഇട്ടിട്ട് നമ്മൾ ആദ്യം ഇത് ബ്രെഡ് ക്രംസ് പോലെ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സോൾട്ടും ഈ മൈദയും പിന്നെ കോൾഡ് ബട്ടറും കൂടെ നമ്മൾ ആദ്യം ഒരു ക്രസ്റ്റ് പോലെ ആക്കിയെടുക്കും. അതിന് ശേഷമാണ് നമ്മൾ കോൾഡ് വാട്ടർ ആഡ് ചെയ്തിട്ട് അത് ഡോ ഉണ്ടാക്കുന്നത്. നമുക്കത് മിക്സ് ചെയ്യാം. കണ്ടില്ലേ, നമുക്ക് ബ്രെഡ് ക്രംസിനെ പോലെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി നമുക്ക് തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് ഇത് നമുക്കൊന്നുകൂടെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ചിക്കൻ കീഷിൻ്റെ കീഷ് ക്രസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് എടുക്കാം. ഇതാ ഒരു 4-5 കീഷിനുള്ളതാണുള്ളത്. നമുക്കിത് ഫ്രിഡ്ജിലേക്ക് ഒരു ഫോയിൽ കൊണ്ട് പൊതിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. കീഷിന് നമുക്ക് എഗ്ഗിൻ്റെയും മിൽക്കിൻ്റെയും ചീസിൻ്റെയും ചെദ്ദാർ ചീസാണ് എടുത്തത്. ചീസിൻ്റെയും കൂടി ഒരു മിക്സ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ചീസ് എടുത്തിട്ടുണ്ട്. ചെഡർ ചീസാണ് എടുത്തത്. നമുക്കൊരു 4-5 ഉണ്ടുള്ളൂ. അപ്പോൾ അതിനുള്ള ചീസ് എടുത്തിട്ടുണ്ട്. ഒരു 1 എഗ്ഗ് നമ്മൾ ബീറ്റ് ചെയ്ത എഗ്ഗ് എടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ 1/4 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മിക്സ് എടുക്കാം. നമുക്ക് ചിക്കൻ കീഷിനുള്ള ചിക്കൻ തയ്യാറാക്കാം. അപ്പോൾ നമുക്കത് ഗ്യാസ് ഓൺ ചെയ്യാം. നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. കുറച്ച് ഓയിൽ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ഇടുന്നത് ചോപ്പ്ഡ് ഓണിയനാണ്. ഓണിയൻ ഒരിച്ചിരി ഉപ്പിട്ടിട്ട് നമുക്കിത് ഒന്ന് വഴറ്റാം. പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ചിക്കൻ, ബോൺലെസ് ചിക്കൻ്റെ ചെറിയ ചെറിയ സ്ക്വയർ ആയിട്ടുള്ള പീസസാണ്. അതാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്. ചിക്കൻ പീസ് അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. നമുക്ക് എന്ത് വേണം ഇതിലേക്ക്, ഫില്ലിങ്ങിന് എന്ത് കൊടുക്കണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ചിക്കൻ്റെ കൂടെ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഇടണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതിൽ അണിയനും പിന്നെ ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ കുറച്ച് പെപ്പർ പൗഡറാണ് ഇടുന്നത് കേട്ടോ. എരിവിനായിട്ട് നമ്മൾ ഒന്നും ആഡ് ചെയ്യില്ല, അതുകൊണ്ട് കുറച്ച് പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ നമുക്കിതിൽ. ഓക്കെ, പിന്നെ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ഇട്ടിട്ടുണ്ട്. പച്ചക്കറി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണേലും ആഡ് ചെയ്യാം. അതിലെ സ്പൈസസ് നിങ്ങൾക്ക് എന്ത് വേണേലും ആഡ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ്. ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് തണിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിൽ ഫില്ല് ചെയ്യാൻ പോണേ. നമ്മുടെ ചിക്കൻ കീഷിൻ്റെ ഡോ ഏതാണ്ട് ഒരു 1/2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്തെടുത്തത് നമ്മൾ ഇതിലേക്ക് ബട്ടർ തേച്ചിട്ട് ഇതിലേക്കാണ് നമ്മൾ വെക്കുന്നത്. കട്ട് ചെയ്തത് ഇങ്ങനെ ഇതിലേക്ക് വെച്ചിട്ട് ഇതിൻ്റെ ഷേപ്പിലേക്ക് ആക്കി കൊടുക്കാം.
അപ്പം നമ്മൾ ഇങ്ങനെ 6 എണ്ണം തയ്യാറാക്കി. ശരിക്കും 6 എണ്ണത്തിന് ഉണ്ടായിട്ടില്ല, ലാസ്റ്റ് 2 എണ്ണത്തിന് മാവ് കുറവായിരുന്നു, എങ്കിലും നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്തു. അപ്പം നമ്മൾ ചെയ്തു വെച്ച നമ്മളിതാ കീശയുടെ ഫില്ലിംഗ് ആണിത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ടാണ് നമ്മൾ ഈ മുട്ടയും മിൽക്കും ചെഡാർ ചീസും കൂടിയുള്ള മിക്സ്, ഒരു പിഞ്ച് ഉപ്പിട്ടിട്ടുള്ള സാധനം നമ്മളിതിലേക്ക് നിരത്താൻ പോണത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കീശ് ഞാനിങ്ങനെ ഇതിലേക്ക് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇത് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തതാണ്. അപ്പം നമുക്കത് ഒരു 160 ഡിഗ്രിയിൽ നമുക്ക് ഇത് ബേക്ക് ചെയ്യാം. ഞാൻ ഇത്ര ചെറിയ സൈസായിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ടൈമിംഗ് എനിക്കറിയില്ല. അപ്പം നമുക്ക് നോക്കാം, ഒരു 20 മിനിറ്റ്സ് ഇടാം. ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ബ്രൗൺ കളർ ആവുമ്പോഴാണ് അത് കുക്കായി നമുക്ക് മനസ്സിലാവുക. അപ്പോൾ നമുക്ക് 20 മിനിറ്റ്സിൽ 160ൽ നമുക്കൊന്ന് ബേക്ക് ചെയ്യാം. ഞാനിത് 160ൽ ഒരു 20 മിനിറ്റ്സാണ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടത്. അപ്പോൾ നമുക്കിതിൻ്റെ ടോപ്പ് ആ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതെടുക്കാം. അപ്പോൾ നമുക്കിത് കുക്കാവാൻ നിൽക്കാം. ഓക്കെ, നമ്മുടെ ചിക്കൻ കീഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടാണ്, ഇപ്പോൾ ഇറക്കിയത് ഞാൻ എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചൂട് തണിഞ്ഞിട്ട് നമുക്ക് സേവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് കാണാം. ഓക്കെ.